പഠിക്കാം. നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിയമം പാസ്സാക്കുന്നതെന്നറിയാമോ? 1986. 1986 ഡിസംബർ 24. ഡേറ്റ് എന്നാണ്? ഡിസംബർ 24 അല്ലേ? അപ്പോൾ പറ, ഈ ഡിസംബർ 24 എന്താ? എന്ത് ഉപഭോക്തൃം? ദേശീയ, കേട്ടോ, ദേശീയ ഉപഭോക്തൃ ദിനം പിന്നീട് ആചരിച്ചു തുടങ്ങിയത് ഡിസംബർ 24. അപ്പോൾ പിന്നെ ഒന്നുകൂടെ പഠിക്കണ്ടേ? ലോക ഉപഭോക്തൃ ദിനം പഠിക്കണ്ടേ? അതറിയാമോ? മാർച്ചിലാണ്, മാർച്ച് 15. ലോക ഉപഭോക്തൃ ദിനം എന്നാണ് മാർച്ച് 15. ഇതിനു ശേഷം ഈ നിയമത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2019 ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, കേട്ടോ. 2019 ദേശീയ ഉപഭോക്തൃ നിയമം എന്ത് ചെയ്തുന്നുണ്ട്? പാസ്സാക്കിയിട്ടുണ്ട്. ഇത് ആദ്യമായി പറയുന്ന ലോകസഭ പാസ്സാക്കിയതാണ്. 2019 ജൂലൈ 30 എന്നാണ്? 2019 ജൂലൈ 30. ഒന്നുകൂടെ പറ. 2019 ജൂലൈ 30. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. ഓഗസ്റ്റ് 6. അപ്പൊ രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. അപ്പൊ ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതി ഒപ്പിട്ടത് 2019 ഓഗസ്റ്റ് 9. 2019 ഓഗസ്റ്റ് 9. ഇനി നിലവിൽ വന്നതാണ് പഠിക്കേണ്ടത്. തൊട്ടടുത്ത വർഷമാണ് നിലവിൽ വന്നത്. 2020. എന്നാ? ജൂലൈ 20. 2000. അത് പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. 2020 ജൂലൈ 20. അപ്പൊ ലോക്സഭ പാസ്സാക്കിയത് എന്നാ? 19 ജൂലൈ 30. രാജ്യസഭയാണെങ്കിലോ 2019 ഓഗസ്റ്റ് 6. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഓക്കെ, ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 8. എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളുണ്ട്. എത്ര വകുപ്പുകളുണ്ട്? 31. തൊട്ടടുത്ത് 107 വകുപ്പുകളാണ്. എത്രയാണ്? 107 വകുപ്പുകളാണ്. അപ്പൊ അധ്യായങ്ങൾ എത്രയാണ്? 8. വകുപ്പുകൾ എത്രയാണ്? 107 വകുപ്പുകളാണ്. ക്ലിയർ ആണ് ഇതുവരെ? ഇനി ഈ ദേശീയ ഉപഭോക്തൃ നിയമത്തില് പ്രധാനമായും 3 സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, കേട്ടോളണം. പരീക്ഷയ്ക്ക് ചോദിക്കും 3 സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കും. ഓക്കെ, ഒന്നാമത്തെ സ്ഥാപനം ഉപഭോക്തൃ സമിതികളാണ്. ഒന്നേതാ പറഞ്ഞേ? ഉപഭോക്തൃ സമിതികൾ. 2 ഉപഭോക്തൃ കമ്മീഷനുകൾ. ഏതാണ്? ഉപഭോക്തൃ കമ്മീഷനുകൾ. 2 പറഞ്ഞ കമ്മീഷൻ. 3 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഏതാണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നമ്മൾ 2019 നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞില്ലേ? 2020 നിയമം വന്നില്ലേ? അതിലുള്ളതാണ്. മറ്റു 2 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഉപഭോക്തൃ സമിതിയും ഉപഭോക്തൃ കമ്മീഷനുകളും ഏതിലുണ്ടായിരുന്നു? 86 നിയമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഏത് പ്രകാരം നിലവിൽ വന്നേ? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണ് വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഉപഭോക്തൃ സമിതികൾ അല്ലേ? ഈ ഉപഭോക്തൃ സമിതികൾ ഒരു ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ ഉപദേശിക്കാനുള്ള അധികാരങ്ങളുള്ള ഒരു സമിതിയാണ് അല്ലേ? അതായത് ഉപഭോക്താക്കളിൽ അവബോധം സൃഷ്ടിക്കുക. ഓക്കെ, ഉപഭോക്താക്കളിൽ അവബോധം സൃഷ്ടിക്കുക. പരാതിക്കാർക്ക് നിയമസഹായം നൽകുക. രണ്ടാമത്തെ എന്താണ്? പരാതിക്കാർക്ക് നിയമസഹായം നൽകുക. ഇനി നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നിയമനിർമ്മാണം നടത്തുമ്പോൾ സർക്കാരിനെ സഹായിക്കുക. അതായത് ഉപദേശങ്ങൾ സർക്കാരിന് എന്ത് ചെയ്യുക? കൊടുക്കുക. പ്രധാനമായും ഈ 3 ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഉപഭോക്താക്കളിൽ അവബോധം സൃഷ്ടിക്കുക, പരാതിക്കാർക്ക് നിയമസഹായം നൽകുക, പിന്നെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ സർക്കാരിനെ സഹായിക്കുക. ഏതിന്റെ ചുമതലയാണ് പറഞ്ഞ? ഉപഭോക്തൃ സമിതിയെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ കാര്യം അല്ലേ? ഈ ഉപഭോക്തൃ സമിതി 3 തലത്തിലുണ്ട്. ഓക്കെ, ഒന്ന് കേന്ദ്ര തലത്തില് കേന്ദ്ര ഉപഭോക്തൃ സമിതി, 2 സംസ്ഥാന തലം, മൂന്നാമത്തേത് ജില്ലാ തലത്തിൽ. അപ്പൊ കേന്ദ്ര തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കേന്ദ്ര ഉപഭോക്തൃ സമിതി
കേന്ദ്ര തലത്തിലുള്ള എന്ന് പറഞ്ഞു അല്ലേ. ഇതിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? കേന്ദ്ര അതിന്റെ മന്ത്രിയായിരിക്കും, ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും. കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും അല്ലേ. ഇതിന്റെ പ്രത്യേകത വർഷത്തിൽ ഒരു തവണ എന്ത് ചെയ്യണം? മീറ്റിംഗ് കൂടണം. വർഷത്തിൽ ഒരു തവണ എന്ത് ചെയ്തിരിക്കണം? മീറ്റിംഗ്. 2 പോയിന്റുകളാണ് പറഞ്ഞത്. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സമിതി ചുമതല ഉപഭോക്തൃ മന്ത്രിക്കായിരിക്കും. രണ്ടാമത്തത് വർഷത്തിൽ ഒരു തവണ എന്ത് ചെയ്യണം? മീറ്റിംഗ് കൂടണം. അടുത്ത് പറഞ്ഞത് സംസ്ഥാന ഉപഭോക്തൃ സമിതിയെ കുറിച്ചാണ് അല്ലേ. അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും. നേരത്തെ ഒരു തവണ മീറ്റിംഗ് കൂടണം അല്ലേ. സംസ്ഥാനത്തെ വർഷത്തിൽ 2 തവണ മീറ്റിംഗ് എന്ത് ചെയ്തിരിക്കണം? കൂടിയിരിക്കണം. ക്ലിയർ ആണല്ലോ. എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം? 2 തവണ മീറ്റിംഗ് കൂടിയിരിക്കണം. ഇനി ജില്ലാ തലത്തിലോട്ട് വരുമ്പോൾ ഇതിന്റെ ചുമതല ആർക്കായിരിക്കും? ജില്ലാ വകുപ്പ് മന്ത്രി ഉണ്ടോ? ഇല്ല. അപ്പൊ ആരായിരിക്കും? കളക്ടർ ആയിരിക്കും. ജില്ലാ തലത്തിൽ ഇതിന്റെ മേധാവി ആരായിരിക്കും? കളക്ടർ ആയിരിക്കും. ഈ ജില്ലാ തലത്തിലും എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം? 2 തവണ. ക്ലിയർ ആണല്ലോ. നമ്മൾ പറയണത് ഉപഭോക്തൃ സമിതികളെ കുറിച്ചാണ് അല്ലേ. അപ്പൊ കേന്ദ്ര തലത്തിൽ വർഷത്തിൽ എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം? 1 തവണ. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വരുമ്പോൾ എത്ര തവണ കൂടിയിരിക്കണം? 2 തവണ കൂടിയിരിക്കണം. ക്ലിയർ ആണേ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നു വെച്ചാൽ 20 ജൂലൈ 20 അല്ലേ. എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു? എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു? 107 വകുപ്പുകൾ. 3 സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നത് ഏതൊക്കെയാണ്? ഉപഭോക്തൃ സമിതി, ഉപഭോക്തൃ കമ്മീഷനുകൾ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഒന്നുകൂടെ പറയാതെ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഈ ഉപഭോക്തൃ സമിതികൾ എത്ര തലത്തിലുണ്ട്? 3 തലം. സംസ്ഥാന തലം, ജില്ലാ തലം, പിന്നെ കേന്ദ്ര തലം എന്ന് പറയുന്നത് അല്ലേ. നോക്കിയോ, ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം അല്ലേ. ഓൺലൈനായി എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. വീഡിയോ കോൺഫറൻസിലൂടെ എന്ത് ചെയ്യും? പരാതി കൊടുക്കാനല്ല, പരാതി എന്ത് ചെയ്യാം? പരിഹരിക്കാനുള്ള ചർച്ചകൾ. ഇത് നോക്കിയോ, ഈ 86-ലൊക്കെ ഈ നിയമം വരുമ്പോൾ അപ്പോൾ ഈ ഒരു സാധനം അതിൽ കാണും. ഓൺലൈനായി പരാതി കൊടുക്കാൻ അന്ന് ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടാ? ഇല്ല. വീഡിയോ കോൺഫറൻസിലൂടെ കക്ഷികളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ 2019 നിയമം വന്നപ്പോൾ അഡീഷണൽ ആഡ് ചെയ്ത കാര്യങ്ങളാണ്. 3 പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ പരാതി നൽകുക. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ, ഇന്ദുലേഖ കേട്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ പരസ്യത്തിൽ ഇനി സൗന്ദര്യം മറന്നാ, ഇനി സൗന്ദര്യം നിങ്ങളെ തേടിയെത്തും. അങ്ങനെ 1.5 വർഷം ഒരാൾ ആ സോപ്പ് വാങ്ങിച്ച് ഉപയോഗിച്ച്, എന്നിട്ട് സൗന്ദര്യം വന്നില്ലെന്നും പറഞ്ഞ് എന്ത് ചെയ്തു? കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തു. പുള്ളിക്കാരന് നഷ്ടപരിഹാരം കൊടുത്തു. അതാ പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? കൊടുക്കാൻ പറ്റൂല. ഇതിന് സംരക്ഷണം ഈ നിയമപ്രകാരം കേട്ടോ. ഓൺലൈനായി എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇനി വീഡിയോ കോൺഫറൻസിലൂടെ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇപ്പം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ച ഒരു സാധനം, ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഇപ്പം രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ച സാധനമാണെങ്കിൽ എവിടെ പരാതി കൊടുക്കണം? അവിടെ പരാതി കൊടുക്കണം. നമ്മളിപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ സമയമാണ് അല്ലേ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു അല്ലേ, ഇനി അവിടെ അതിൻ്റെ ആസ്ഥാനത്ത് പോയി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ നിയമപ്രകാരം എന്ത് ചെയ്യാം? ഇവിടെ തന്നെ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ക്ലിയർ ആണേ? ശരി. ഇനി അധ്യായങ്ങളിലാണ്. എപ്പോഴും ആദ്യത്തെ അധ്യായത്തിൽ എന്തായിരിക്കും പറയുന്നത്? പ്രാരംഭികം. അതായത് നിർവചനങ്ങളെ കുറിച്ചാണ് അല്ലേ. നിർവചനങ്ങളെ കുറിച്ചാണ്. എന്താണ് ഉപഭോക്താവ് എന്നതിൻ്റെയൊക്കെ നിയമമാണ് അല്ലേ. ഉപഭോക്താവിനെ എന്ത് എന്ന് പറയുന്നു എന്ന് കേട്ടോ. പണം കൊടുത്തോ അല്ലാതെയോ കൊടുക്കാതെയുള്ള കരാറിന്മേലോ ഒരു സാധനം വാങ്ങുന്ന ആളാണ് എന്ത്? ഉപഭോക്താവ് അല്ലേ. പണം കൊടുത്ത് വാങ്ങിക്കും, അല്ലെങ്കിൽ പണം കൊടുക്കുക എന്ന കരാറിന്മേൽ, അല്ലെങ്കിൽ ഭാഗികമായി പൈസ കൊടുത്തോ ഒരു സാധനം വാങ്ങുന്ന ആളാണ് എന്ത് ചെയ്യുന്ന? ഉപഭോക്താവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി സേവനം അല്ലെങ്കിൽ വാടകയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾ. നമ്മൾ സേവനം അക്ഷയ സെൻറ്ററിൽ പോയി, അവർ സേവനമാണ് അല്ലേ, നമ്മൾ പൈസ കൊടുക്കണേണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് സേവനം ലഭിക്കണ്ടേ? സേവനം ലഭിക്കണം. ഇനി വാടകയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കാണ് വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുക്കുന്നു. അതും എന്തിൽ പെട്ടാണ്? സേവനത്തിൽ പെട്ടണം. സേവനങ്ങളിലോ വാടകയ്ക്ക് എടുക്കുന്ന വ്യക്തി, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം? പരാതിപ്പെടാം. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എന്ത് ചെയ്യാം? പരാതിപ്പെടാം. ഓക്കെ. ഇനി നമ്മളൊരു സാധനം കടയിലെത്തിക്ക് ഒരു സാധനം ഇറക്കി, നമ്മൾ അതെന്ത് ചെയ്യുന്നു? അടുത്തൊരാൾക്ക് വിൽക്കുകയല്ലേ ചെയ്യണം. അപ്പോൾ ആ കടയിൽ സാധനം ഇറക്കി ആൾക്ക് പരാതിപ്പെടാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. ഒരു സാധനം വാങ്ങി മറിച്ച് വിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യുന്നു? ഈ ഉപഭോക്താവ് എന്ന നിർവചനത്തിൽ എന്ത് ചെയ്യുന്നില്ല?
പെടുന്നില്ല. അതായത് ഇടനിലക്കാരായിട്ടൊക്കെ നിൽക്കൂലേ, അവർക്ക് ഈ ഉപഭോക്താവിന്റെ നിർവചനത്തിൽ പെടുന്നുണ്ടാ? പെടുന്നില്ല. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് പറയുന്ന കാര്യം ഈ ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ചാണ്. ഈ നിയമത്തിൽ 6 തരത്തിലുള്ള അവകാശങ്ങൾ ഉപഭോക്താവിന് നൽകുന്നുണ്ട്. അതായത് അധ്യായം 2:9 പറയുന്നത്. അധ്യായം 2 ക്ലോസ് 9 എന്ത് പറയുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്ന്, അറിയുവാനുള്ള അവകാശം. തെറ്റിപ്പോലെ സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ അറിയുവാനുള്ള അവകാശം നമ്മൾ ഉടനെ ഏതിൽ വിചാരിക്കും? വിവരാവകാശത്തിൽ വിചാരിക്കും, ഇല്ലേ? പക്ഷെ ഇവിടെയും ഉണ്ട് അറിയുവാനുള്ള അവകാശം. ഒരു സാധനത്തെ പറ്റി അറിയുവാനുള്ള അവകാശം. ഇനി തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നമുക്കൊരു കടയിൽ പോയി സാധനം തിരഞ്ഞെടുക്കാൻ എന്ത് ചെയ്യും? അവകാശമുണ്ട്. അല്ല, കടക്കാരൻ പറയുന്ന 10 എണ്ണം ഇരിക്കുകയാണ്, ഇത് നീ എടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? അത് പറ്റത്തില്ല. ആ 10 എണ്ണത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത് എന്ത് എടുക്കാൻ പറ്റും. ഇനി കേൾക്കുവാനുള്ള അവകാശം. ഈ സാധനം എന്താണ് അതിൻ്റെ അഭിപ്രായം എന്ന് കേൾക്കുവാനുള്ള അവകാശം എന്തുണ്ട്? നമുക്ക് ഉണ്ട്. ഇനി സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ഒരു സാധനം മാറ്റി വീട്ടിൽ കൊണ്ടുപോയി വെച്ച്, അല്ലേ, പെട്ടെന്ന് എന്ത് ചെയ്യും? ആ സാധനം പൊട്ടിത്തെറിച്ച്, അല്ലേ? അതിനെതിരെയും നമുക്ക് എന്ത് ചെയ്യാം? നിയമപരമായി നീങ്ങാം. അതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവകാശമുണ്ട്. പരിഹാരം തേടാനുള്ള അവകാശം. നമുക്കൊരു സാധനം വന്നുപോയി, അതിനെന്ത് ചെയ്യും? പരിഹാരം തേടാനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ 6 തരത്തിലുള്ള അവകാശങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഓക്കെ. ഇനി ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകാൻ അർഹതപ്പെട്ടവരാരൊക്കെയാണ്? ഒന്ന് എന്തായാലും ഉപഭോക്താവായിരിക്കും. ഉപഭോക്താവിന് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇനി ഉപഭോക്തൃ അസോസിയേഷനുകളുണ്ട്, അല്ലേ? ഉപഭോക്തൃ അസോസിയേഷനുകളുണ്ട്. അവർക്കും എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. പിന്നെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോഡക്റ്റിനെതിരെ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഒരു സാധനം വാങ്ങി, അയൺ ബോക്സ് വാങ്ങി, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷോക്കേറ്റ് മരിച്ചു, അല്ലേ? നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഷോക്കേറ്റ് മരിച്ചു, നമുക്ക് പിന്നെ പരാതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെ നിയമപരമായ അവകാശി, അല്ലേ? നമ്മളെ നിയമപരമായ അവകാശിക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇനി ഒരു സാധനം വാങ്ങി, ഒരു കുട്ടിയാണ് വാങ്ങിയത്, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു, ആ കുട്ടിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയായില്ല. അപ്പൊ അതിന്റെ ഉടമസ്ഥന്, അല്ലേ, ഉടമസ്ഥന് അല്ലെങ്കിൽ ഗാർഡിയൻ എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. ഇനി ഒരേ താല്പര്യമുള്ള വ്യക്തികൾ, അതായത് ഞാൻ ഒരു കമ്പനിയിൽ പോയി ഒരു ബൈക്ക് വാങ്ങി, അവർ പുതുതായി പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മളെ കൂട്ടത്തിൽ ഒരു 50 പേര് അതേ ബൈക്ക് വാങ്ങി. ഈ ബൈക്ക് മൊത്തം റോഡിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, ഫുൾ കംപ്ലൈൻ്റ് ആണ്. ഈ 50 പേർ കൂടെ ചേർന്ന് എന്ത് ചെയ്യാം? പരാതി കൊടുക്കാം. അതാണ് പറയുന്നത് എന്തേ? ഒരേ താല്പര്യമുള്ള വ്യക്തികൾക്ക്. അപ്പൊ ആർക്കൊക്കെ പരാതി കൊടുക്കാം? ഉപഭോക്താവിന്, ഉപഭോക്തൃ അസോസിയേഷന്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പിന്നെ കേന്ദ്ര അതോറിറ്റികൾക്കും കൊടുക്കാം, കേട്ടോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര അതോറിറ്റികൾക്കും കൊടുക്കാം. ഇനി മരണം സംഭവിച്ചു, അതിന് നിയമപരമായ അവകാശികൾക്ക് കൊടുക്കാം. പിന്നെ പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ, ആകാത്ത കുട്ടികളാണെങ്കിൽ ഗാർഡിയന് കൊടുക്കാം. പിന്നെ ഒരേ താല്പര്യമുള്ള വ്യക്തികൾക്കും കൊടുക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ഉപഭോക്താവിന്റെ എത്ര അവകാശമുണ്ട്? 6 അവകാശങ്ങൾ. ഏതൊക്കെയാണ്? അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം. ഓക്കേണ? ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ലേ, 3 സ്ഥാപനങ്ങൾ പറഞ്ഞില്ലേ, അതിൽ ഉപഭോക്തൃ സമിതി പറഞ്ഞില്ലേ, അല്ലേ? ഉപഭോക്തൃ സമിതിയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഉപഭോക്തൃ കമ്മീഷനുകളുണ്ട്. കമ്മീഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്മീഷനുകളുള്ളത്, അല്ലെ? അതിൽ വിധി പുറപ്പെടുവിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതുമാണ് കമ്മീഷനുകൾ. ഇനി ഒന്ന് അവസാനം, ഈ നമ്മളെ 2019 നിയമപ്രകാരം വന്ന ഒരു സ്ഥാപനം പറഞ്ഞില്ലേ, ഏതാണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഒന്നുകൂടെ പറ. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇത് നിലവിൽ വന്നത് 2020
ജൂലൈ 24. 2020 ജൂലൈ 24. അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് നിലവിൽ വന്നോ? 2020 ജൂലൈ 24. നമ്മളത് ജൂലൈ 20 എന്ന് പറഞ്ഞ എന്താണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു. ഇതെന്താ പറഞ്ഞേ? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നു. ഈ മൂന്നാമത്തെ സ്ഥാപനമായ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24 ക്ലിയർ ആണ്. ഇനി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വരും, ഉപഭോക്തൃ തർക്കവുമായി ബന്ധപ്പെട്ട്. അതിൽ അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡയറക്ടർ ജനറലാണ്, അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഡയറക്ടർ ജനറൽ. ക്ലിയർ ആണല്ലോ. ഇനി ചെറിയ പ്രാദേശികപരമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് ആർക്കും അധികാരമുണ്ട്? ജില്ലാ കളക്ടറിനും അധികാരമുണ്ട്. അപ്പൊ ഈ അന്വേഷണ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് 2 ഉദ്യോഗസ്ഥർക്കാണ് എന്ത് അന്വേഷണ ചുമതല ഉള്ളത്. ഒന്നാർക്കാ? ഡയറക്ടർ ജനറൽ. രണ്ടാർക്കാ? ജില്ലാ കളക്ടറിന് അല്ലേ. ഇനി ഇവരുടെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ മറ്റേ കക്ഷിയായ വ്യക്തിക്ക് എത്ര ദിവസത്തിനകം അപ്പീൽ പോകണം? 30 ദിവസത്തിനകത്ത് അപ്പീൽ പോകണം. ഇവരുടെ റിപ്പോർട്ടിൽ സംതൃപ്തി ഇല്ലെങ്കിൽ 30 ദിവസത്തിനകത്ത് എന്ത് ചെയ്യണം? അവർ അപ്പീൽ പോകണം. ഇനി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടെന്നാണ്? ഒരു ചീഫ് കമ്മീഷണറുണ്ട്. ഓക്കെ, ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാർ. ഓക്കെ, അങ്ങനെയാണ് പഠിക്കണം. മൊത്തം 6 അല്ല, 5-ൽ കുറയാത്ത ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാർ. മിനിമം എത്ര പേരുണ്ടായിരിക്കണം? അപ്പോൾ 6 പേര് ഉണ്ടായിരിക്കണം. എന്നാൽ ഇതിന്റെ അന്വേഷണ ചുമതലയുള്ള 2 പേരെ പറ. ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറും. ഓക്കെ, ഈ ചീഫ് കമ്മീഷണർമാരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, അവർ രാജിക്കത്ത് കൊടുക്കുന്നത് എല്ലാം കേന്ദ്ര ഗവൺമെന്റിനാണ്. ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. എന്തൊക്കെയാണ് നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, ഇവർ രാജിവെക്കുകയാണെങ്കിൽ കത്ത് കൊടുക്കുന്നത് ആർക്കല്ല? കേന്ദ്ര ഗവൺമെന്റ്. ഇവരെ കാലാവധി എന്തായാലും 5 വർഷം. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പൊ നമ്മളിപ്പം പറയുന്ന ഏതിനെ കുറിച്ചാണ്? മൂന്നാമത്തെ യൂണിറ്റ് ഏതാണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഈ നിയമം നിലവിൽ വന്ന എന്നാ? ജൂലൈ 20 നിയമം നിലവിൽ വന്ന. ഈ സംരക്ഷണ അതോറിറ്റി വന്നതാണ് 2020 ജൂലൈ 24 അല്ലെ. അന്വേഷണ ഉദ്യോഗസ്ഥ ആരൊക്കെയാണ്? ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറും അല്ലെ. ഇവിടെ അന്വേഷണ റിപ്പോർട്ട് തൃപ്തി അല്ലെങ്കിൽ മറ്റേ വ്യക്തി എത്ര ദിവസത്തിനകത്ത് അപ്പീൽ പോകണം? 30 ദിവസത്തിനകത്ത് അപ്പീൽ പോകണം. ഇതിന്റെ മെയിൻ ഹെഡ് ആരാണ്? ചീഫ് കമ്മീഷണർ. 5-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ഇവരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, ഇവര് രാജിക്കത്ത് കൊടുക്കുന്നത്, ഇവരെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വർഷം. ഇനി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇതുണ്ട് ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, കേന്ദ്ര തലത്തിലുണ്ട്. ക്ലിയർ ആണല്ലോ. ഏതൊക്കെ സ്ഥലത്തില്? ജില്ലാതലം, സംസ്ഥാനതലം, കേന്ദ്രതലം. ഇനി ജില്ലാതലം എങ്ങനെയുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. ഇതിന് 50 ലക്ഷത്തിൽ കവിയാത്ത അധികാരപരിധിയാണ് ആർക്കുള്ള? ജില്ലാതലത്തിൽ. 50 ലക്ഷമോ അതിന് താഴെയുള്ള കേസുകളാണ് ആര് കൈകാര്യം ചെയ്യുന്ന? ജില്ല. ഇതിനെ ഈ നിയമത്തിന്റെ ഏത് സെക്ഷനിലാണ് പറയുന്നത് വെച്ചാൽ 28 ക്ലോസ് 1-ലാണ്. ജില്ലാ 50 ലക്ഷത്തിന്റെ അല്ല, ഈ ജില്ലാ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഈ നിയമത്തിലെ 28 ക്ലോസ് 1-ലാണ്. ഓക്കെ, ഈ ജില്ലാതല തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങൾ. പറ. ഒരു പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും. ഒന്നുകൂടെ പറ. ഒരു പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും. ഈ ജില്ലാതല തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 28 ക്ലോസ് 1. ക്ലോസ് 1. ഇവരുടെ യോഗ്യത, കാലാവധി, രാജിക്കത്ത് ഇതൊക്കെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഈ നിയമത്തിന് കീഴിലാണ്. അപ്പൊ ആരാണ്? കേന്ദ്ര സർക്കാർ. യോഗ്യത, കാലാവധി, ഇവർ പിന്നെ രാജിക്കത്ത് കൊടുക്കുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ഇനി ഇവരുടെ ശമ്പളവും അലവൻസ് കൊടുക്കുന്നത് അത് ജില്ലാതല തർക്ക പരിഹാര കമ്മീഷന് ശമ്പളവും അലവൻസുകളും കൊടുക്കുന്ന ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്.
സംസ്ഥാന സർക്കാർ. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അതിന്റെ അലവൻസ് കൊടുക്കണ്ടേ? അതാരാണ് കൊടുക്കുന്നത്? സംസ്ഥാന സർക്കാർ. എന്നാൽ ഇവിടെ യോഗ്യതയും കാലാവധിയൊക്കെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, അധികാര പരിധി എത്രയാ പറഞ്ഞേ? 50 ലക്ഷം അതിന് താഴെ. 50 ലക്ഷത്തിൽ താഴെ. 50 ലക്ഷം എന്ന് പഠിക്കണ്ട, 50 ലക്ഷത്തിൽ താഴെ. ക്ലിയർ ആണല്ലോ? ഇനി ഇവര് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? തർക്കാരപരിഹാര കമ്മീഷനിൽ അവരൊരു തീരുമാനം എടുത്തു. ഓക്കെ, ഈ തീരുമാനം എടുത്തപ്പോൾ മറ്റേ ആൾക്ക് എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ആർക്കെതിരെയാണ് കേസെടുത്ത? അവർക്ക് എന്ത് ചെയ്തില്ല? ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇതിൽ വിധിയിൽ എന്ത് ചെയ്തില്ല? താല്പര്യം ഇല്ല. ഓക്കെ, അപ്പോൾ അവർ എത്ര ദിവസത്തിനകം മുകളിലോട്ട് അപ്പീൽ പോകണം? കമ്പനി ഉടമസ്ഥനോ? അതായത് ജില്ലാ തലത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള അപ്പീല് ഇല്ലാത്തതുകൊണ്ട് അത് അടുത്ത് എവിടെ പോകും? ജില്ലാ തലത്തിൽ നിന്ന് എവിടെ പോകണം? സംസ്ഥാന തലത്തിലാണ് അപ്പീൽ കൊടുക്കുന്നത്. ഓക്കെ, എത്ര ദിവസത്തിനകം കൊടുക്കണം? 45 ദിവസം. 45 ദിവസത്തിനകം എന്ത് ചെയ്യണം? അപ്പീൽ കൊടുക്കണം. അങ്ങനെ ആ കേസ് എങ്ങോട്ട് പോയി? സംസ്ഥാന തലത്തിലേക്ക് പോയി. ഓക്കെ, ഈ സംസ്ഥാന തലം എത്ര അധികാര പരിധി എത്രയെന്ന് പറയാമോ? നേരത്തെ 50 ലക്ഷത്തിന് താഴെ. അപ്പൊ ഇവിടെ തുടങ്ങുന്നത് എന്താ? 50 ലക്ഷം മുതൽ 2 കോടി വരെ. ഓക്കെ, 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് എന്ത് ചെയ്ത അധികാര പരിധി. ഇവിടെ അംഗങ്ങൾ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. പ്രസിഡന്റും 4. ജില്ലാതല തർക്ക പരിഹാരമാണെങ്കിൽ പ്രസിഡന്റ് 2-ൽ കുറയാം. സംസ്ഥാന തലത്തിൽ വന്നപ്പോൾ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. ഓക്കേണാ? ഈ സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷൻ ഈ നിയമത്തിന്റെ ഏത് സെക്ഷനിൽ പറയാം? ഇത് 42. എത്രയാണ്? 42. അപ്പൊ ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ ഏത് ക്ലോസിലാ പറയുന്നത്? 28-ൽ 1. അത് സംസ്ഥാനത്തിലേക്ക് പറയുന്നത് സെക്ഷൻ 42-ലാണ്. സെക്ഷൻ ഏതിലാ പറയുന്നത്? 42. ഇനി സംസ്ഥാനത്തിലേക്ക് ആ കേസ് പോയി, അതിലും തൃപ്തി വന്നില്ല. എത്ര ദിവസത്തിനകം അടുത്ത എന്താ? ദേശീയ തർക്ക പരിഹാര കമ്മീഷനിലോട്ട് അപ്പീൽ കൊടുക്കണം. നമ്മളെ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തിലോട്ട് വരാൻ എത്ര ദിവസം എടുത്തു? 45 ദിവസം. ഇനി സംസ്ഥാനത്തിൽ നിന്ന് ദേശീയ തലത്തിൽ പോകാൻ എത്ര ദിവസം? 30 ദിവസം. 30 ദിവസം. സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷൻ തീരുമാനമെടുത്ത ഒരു കേസിന്മേൽ അപ്പീൽ എത്ര ദിവസത്തിനകം കൊടുക്കണം? 30 ദിവസത്തിനകം അപ്പീൽ കൊടുക്കണം. അപ്പൊ ദേശീയ തർക്ക പരിഹാര കമ്മീഷനിലോട്ട് എന്തെത്തി? കേസ് എത്തി. ഏത് സെക്ഷനിലാണ് ദേശീയ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്? 53. 5(3). 53-ലാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ പരിധി എത്രയായിരിക്കും? മുകളിൽ അല്ലേ? 2 കോടിക്ക് മുകളിലായിരിക്കും. ഇവിടുത്തെ അംഗങ്ങൾ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങൾ. സംസ്ഥാന തലത്തിലും പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങൾ. ഒന്നുകൂടെ പറ. പ്രസിഡന്റും കുറയാത്ത അംഗങ്ങൾ. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ദേശീയ തലത്തിൽ എത്തി. ഇവിടെ നിന്ന് അപ്പീൽ കൊടുക്കാൻ പറ്റൂ? തീർന്നു. ഇവിടെ അപ്പീൽ കൊടുക്കുക. ഈ അപ്പീൽ പരിശോധിക്കുന്ന ആരായിരിക്കും? സുപ്രീം കോടതി ആയിരിക്കും. ഈ അപ്പീൽ പരിശോധിക്കുന്നത് സുപ്രീം കോടതി. ഇനി ഇവിടെ ഒരു അപ്പീൽ എത്ര ദിവസത്തിന് അകം കൊടുക്കണം? എത്ര ദിവസത്തിനകം കൊടുക്കണം? സുപ്രീം 30 ദിവസം. എത്ര ദിവസത്തിനകത്ത് കൊടുക്കണം? 30 ദിവസത്തിനകം കൊടുക്കണം. അപ്പൊ ജില്ലാ തലത്തിൽ നിന്ന് എത്ര ദിവസത്തിനകത്ത് കൊടുക്കണം? 45 ദിവസത്തിനകം. സംസ്ഥാന തലത്തിലോട്ട് വന്നു. ഇനി സംസ്ഥാന തലത്തിൽ നിന്ന് ദേശീയ തലത്തിലോട്ട് എത്ര ദിവസം? 30 ദിവസം. ഈ ദേശീയ തലത്തിൽ നിന്ന് സുപ്രീം കോടതിക്ക് അപ്പീൽ കൊടുക്കേണ്ടത് എത്രയാണ്? 30 ദിവസം. ജില്ലാതല കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 1. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ 2. അത് ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ 53. ജില്ലാതല തർക്ക പരിഹാര കമ്മീഷന്റെ പരിധി 50 ലക്ഷത്തിൽ താഴെ. സംസ്ഥാന തലത്തിൽ 50 ലക്ഷം മുതൽ 2 കോടി വരെ. ഈ 2 കോടിക്ക് മുകളിലുള്ളതാണ് ആര് നോക്കുന്നത്? ദേശീയ അല്ലെ? ജില്ലാ തലത്തിലെ കമ്മീഷനിലെ അംഗങ്ങൾ പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങൾ. സംസ്ഥാന തലത്തിൽ വരുമ്പോൾ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങൾ. ദേശീയ തലത്തിൽ വരുമ്പോൾ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങൾ. അപ്പൊ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24. ആ നിയമം വന്നത് എന്നാ? 2020 ജൂലൈ 20-ന് നിയമം എന്ത് ചെയ്തു? നിലവിൽ വന്നു അല്ലേ? എത്ര വകുപ്പുകളുണ്ട്? 107. അധ്യായങ്ങൾ എത്ര അധ്യായങ്ങളിലായി? 8 അധ്യായങ്ങളായി. 3 സ്ഥാപനങ്ങൾ വന്നു അല്ലേ? സ്ഥാപനങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഉപഭോക്തൃ സമിതികള്, ഉപഭോക്തൃ കമ്മീഷനുകള്,
കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റികൾ അല്ലേ. ഇതിൽ അവസാനം പറഞ്ഞതാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഏത് നിയമപ്രകാരം വന്നേ? 2019 നിയമപ്രകാരമാണ് വന്നത് അല്ലേ. ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എത്ര അവകാശമുണ്ട്? 6 അവകാശങ്ങൾ. എന്തൊക്കെയാണ്? അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധനത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഈ സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് മന്ത്രി ആരെപ്പോഴത്തെ? GR അനിലാണ് അല്ലേ. GR അനിൽ. ഓക്കെയാണ് അത്രയും കാര്യം? ഓക്കെ. അപ്പം ഈ നിയമത്തിൽ നമ്മുടെ പരീക്ഷാ സിലബസിലുള്ള നമുക്ക് വേണ്ട ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ഇത് ഉത്തരം എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പോൾ ഓക്കെ പറ. ഓക്കെ